ഹായ് ഓൾ. സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്കായി 2025 PSCയുടെ പുതിയ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം PSC ഏറ്റവും കൂടുതൽ അവസരങ്ങളും പ്രതീക്ഷകളും നൽകുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളാണ് LSTD, അതുപോലെ തന്നെ PWD, ഇറിഗേഷൻ എന്നിവയൊക്കെ. എന്തെന്നാൽ നിരവധി പോസ്റ്റുകളിലേക്ക് നിരവധി വേക്കൻസീസോട് കൂടി തന്നെയാണ് എക്സാംസ് നടത്താറ്. അങ്ങനെ നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാര വർഷമായി 2025 മാറ്റാനായി ഇതാ LSTD AE, ഓവർസിയർ ഗ്രേഡ് 1 LSTD, അതുപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് 1 PWD ഇറിഗേഷൻ എന്നീ തസ്തികകളിലേക്ക് ഡിസംബർ 31 നോട്ടിഫിക്കേഷൻ എത്തുകയാണ്. ഇപ്പോഴത്തെ PSCയുടെ ഒരു സ്ട്രാറ്റജി അനുസരിച്ചിട്ട് ലിസ്റ്റ് എക്സ്പയർ ആവുന്നതോട് കൂടി തന്നെ അടുത്ത ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന തരത്തിലാണ് എക്സാംസ് അറേഞ്ച് ചെയ്യാറ്. അതായത് ഒരു 6 മുതൽ 8 മാസത്തിനുള്ളിൽ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഫോക്കസ് ചെയ്ത് കൺസിസ്റ്റൻസിയോടുകൂടി തന്നെ ഉള്ളൊരു തയ്യാറെടുപ്പാണ് ആവശ്യം. ഏതൊരു എക്സാമിന് നമ്മൾ തയ്യാറെടുക്കുമ്പോഴും ആ പോസ്റ്റിനെ കുറിച്ചും അതിൻ്റെ എക്സാം രീതിയെക്കുറിച്ചും നമ്മൾ അറിഞ്ഞിരിക്കണം. സോ ഈ പോസ്റ്റുകളിലേക്ക് ഇതിനു മുമ്പ് നടന്ന എക്സാമിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആദ്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ LSTD ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പോസ്റ്റാണ്. ഡിസംബർ 31 നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്യും. ഇതിനു മുമ്പ് 125/2020 കാറ്റഗറി നമ്പറിലായിരുന്നു നോട്ടിഫിക്കേഷൻസ് വന്നിരുന്നത്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരുന്നത് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ആണ്. ഇതുകൂടാതെ തന്നെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 39,500 മുതൽ 83,000 വരെയായിരുന്നു. ഏജ് ലിമിറ്റ് പറഞ്ഞിരുന്നത് 18 മുതൽ 36 വരെയാണ്. ഇനി നമുക്ക് കുറച്ച് അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കാം. 2020 നോട്ടിഫിക്കേഷൻ വന്ന് 2022 ഏപ്രിൽ മാസത്തോടു കൂടിയാണ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അന്നത്തെ കട്ട് ഓഫ് വന്നിരുന്നത് 48.33 മാർക്കായിരുന്നു. ഇതിൽ എടുത്തു പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ 727 പേരോട് കൂടിയ മെയിൻ ലിസ്റ്റിൽ നിന്ന് ഇതുവരെ 317 അഡ്വൈസ് പോയിട്ടുണ്ട്. അത് നല്ല നമ്പർ ഓഫ് വേക്കൻസീസ് ഫില്ലായിട്ടുണ്ട്. അതായത് നമുക്ക് നല്ല രീതിയിൽ വേക്കൻസി ഉള്ളൊരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടി തന്നെയാണ് LSTD, അറിയാം. അതുപോലെ തന്നെ AE പോസ്റ്റുകളിലേക്ക് ഇത്രയും കൂടുതൽ വേക്കൻസീസ് വരാറും കുറവാണ്. LSTD ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് നല്ല രീതിയിൽ വേക്കൻസി വരാറുണ്ട്. കൂടാതെ പല കാറ്റഗറിയിലേക്ക് അഡ്വൈസ് പോയിൻ്റെ ഡീറ്റെയിൽസ് കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പറയുകയാണെങ്കിൽ ഓവർസിയർ ഗ്രേഡ് 1 അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 1 LSTD ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ഗ്രേഡ് 1 തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വരുന്നത്. ഇതിന് മുമ്പ് നടന്ന എക്സാം കാറ്റഗറി നമ്പർ 127/2020 2020 നോട്ടിഫിക്കേഷൻ വന്നിരുന്നത്. അന്നത്തെ ക്വാളിഫിക്കേഷൻ പറഞ്ഞത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ആയിരുന്നു. അന്നത്തെ സ്കെയിൽ ഓഫ് പേ 26,500 മുതൽ 56,700 വരെയായിരുന്നു. ഏജ് ലിമിറ്റും 18 മുതൽ 36 വരെയായിരുന്നു. അഡ്വൈസ് ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ 2022 ജൂലൈ മാസത്തോടു കൂടിയാണ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിരുന്നത്. അന്നത്തെ കട്ട് ഓഫ് വന്നിരുന്നത് 84.67 മാർക്കായിരുന്നു. അതുപോലെ തന്നെ 722 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്ന മെയിൻ ലിസ്റ്റിൽ നിന്ന് 315 അഡ്വൈസാണ് ഇതുവരെ പോയിട്ടുള്ളത്. നല്ല രീതിയിൽ വേക്കൻസീസ് ഫില്ലായിട്ടുണ്ട്. അതായത് നല്ല രീതിയിൽ അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു അവസരം തന്നെയാണ്. ഇപ്പോൾ ടെക്നിക്കൽ എക്സാംസിന് നമുക്ക് പൊതുവേ വേക്കൻസീസ് കുറവാണ് എങ്കിലും ഈ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള എക്സാമുകൾക്ക് നല്ല വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് നിങ്ങൾക്കൊരു അവസരം തന്നെയാണ്. അതുപോലെ തന്നെ പല കാറ്റഗറിയിലേക്കുള്ള അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് PWD ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓവർസിയർ ഗ്രേഡ് 1 തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ്. ഇതും കാറ്റഗറി നമ്പർ 483/2020 കാറ്റഗറി നമ്പറിൽ 2020 നോട്ടിഫിക്കേഷൻ വന്നിരുന്നു. ക്വാളിഫിക്കേഷൻ വന്നിരുന്നത് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ആയിരുന്നു. സ്കെയിൽ ഓഫ് പേ വരുന്നത് 26,500 മുതൽ 56,700 വരെയാണ്. ഏജ് ലിമിറ്റ് പറഞ്ഞിരുന്നത് 18 മുതൽ 40 വയസ്സ് വരെയായിരുന്നു. ഇനി നമ്മൾ അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ 2021 നവംബറോട് കൂടിയാണ് നമുക്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 85.33 മാർക്കായിരുന്നു കട്ട് ഓഫ് വന്നിരുന്നത്. അതുപോലെ തന്നെ 597 പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്ന മെയിൻ ലിസ്റ്റിൽ നിന്ന് 235 നമ്പർ ഓഫ് അഡ്വൈസസ് പോയിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ ഒരു PSC രീതി അനുസരിച്ചിട്ട് എക്സാം ഒരുമിച്ച് ഗ്രേഡ് 1 ലെവൽ ആയതുകൊണ്ട് തന്നെ എക്സാം ഒരുമിച്ച് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഒരേ ലിസ്റ്റിലുള്ളവർ തന്നെ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പേർക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു സുവർണ്ണ അവസരമാണ് വരുന്നത്. ഇത്രയും നമ്പർ ഓഫ് വേക്കൻസീസ് ഫില്ലായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്നത് ഒരു സുവർണ്ണ അവസരം തന്നെയാണ്. പാഴാക്കാതെ നിങ്ങൾ തയ്യാറെടുക്കുക. പല കാറ്റഗറിയിലേക്ക് പോയിട്ടുള്ള അഡ്വൈസ് ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഇത് 2 തരത്തിലുള്ള എക്സാം ആണെങ്കിലും, അതായത് 2 ലെവലിലുള്ള എക്സാം ആണെങ്കിലും നിങ്ങളൊരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം എല്ലാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് ഒരു AE ലെവൽ എക്സാം വരുമ്പോൾ തിയറിയോട് കൂടി തന്നെ ന്യൂമറിക്കൽസിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട പോർഷൻസ് വരുമ്പോൾ ന്യൂമറിക്കൽസ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പോകണം.
അതുപോലെ തന്നെ ഇനി ഓവർസിയർ ലെവൽ എക്സാംസ് വരികയാണെങ്കിൽ അവിടെ ന്യൂമറിക്കൽസിനേക്കാൾ കൂടുതൽ തിയറി ക്വസ്റ്റ്യൻസിനാണ്, അതായത് തിയറി ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടാകുക. അതായത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് സബ്ജക്റ്റ് വൈസ് ടോപ്പിക് വൈസും അതിനനുസരിച്ചിട്ട് വെയിറ്റേജ് കൊടുത്ത് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. ഇങ്ങനെയുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ് നിങ്ങൾക്ക് ആവശ്യം. ഇത്തരത്തിൽ തയ്യാറെടുക്കാനായി നിങ്ങൾക്കായി ഇത് ഏണസ്റ്റ് അക്കാഡമി ഒരുക്കുന്നു LSGD AE, ഓവർസിയർ ഗ്രേഡ് 1 LSGD, ഓവർസിയർ ഗ്രേഡ് 1 PWD ഇറിഗേഷൻ എന്നീ തസ്തികയിലേക്കുള്ള ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ബാച്ചസ്. ഓഫ്ലൈൻ ബാച്ച് നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ ക്യാമ്പസായ അടൂരിലായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഓൺലൈൻ ബാച്ച് വരുന്നത് ലൈവ് പ്ലസ് റെക്കോർഡഡ് സെഷൻ ആയിരിക്കും വിത്ത് മെൻറ്റർഷിപ്പ് സപ്പോർട്ട്. കൂടാതെ ഡൗട്ട് ക്ലിയർ സെഷൻസും ഉണ്ടായിരിക്കുന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക എന്നതിലുപരി ഉയർന്ന റാങ്കിലെത്തി വേഗം ജോലി നേടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഓരോ കോഴ്സും ലോഞ്ച് ചെയ്യുക. അതേ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ കോഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാര വർഷമായി 2025 മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും കോഴ്സിൽ ജോയിൻ ചെയ്യുവാനും തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ തന്നിരിക്കുന്ന നമ്പറുമായി ബന്ധപ്പെടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്